ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഈ ടർക്കി ഇസ്താംബുൾ എന്ന സ്ഥലത്ത് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോയി. എഫെസസ്, സ്മിർണ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് ദൂരെയായിട്ട് കാണാം, ഒരു മലയുടെ മുകളിലേക്ക് പോയി പാത്മോസ് കാണാം. പാത്മോസ്, ഗ്രീസിൻ്റെ അങ്ങേറ്റത്തുള്ള പാത്മോസ് ദ്വീപിൻ്റെ ഭാഗം കാണാം. അവിടെയാണ് ഈ യോഹന്നാൻ അപ്പസ്തോലനെ ഒരു തടങ്കലിട്ടിരുന്നത്. പ്രസ്തലോഷ് അവിടെ വെച്ചാണ് യോഹന്നാൻ അപ്പസ്തോലന് എന്ത് കിട്ടുന്നത്? വെളിപാടുണ്ടാകുന്നത്. പ്രസ്തലോഷ് അവിടെയാണ് വെളിപാട് പുസ്തകം 1:10 പറയും. അതായത്, ഞാൻ കർത്താവിൻ്റെ ദിനത്തിൽ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലെ ശബ്ദം കേട്ടു. പിന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മുഴുവൻ ദർശനം. ശരിക്കും ശത്രുക്കൾ ഓർത്തത് അവർ പാത്മോസ് ദ്വീപിൽ കൊണ്ടുപോയി ഇവനെ ഒരു തടങ്കലിലിട്ട് ജയിലിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ വിജയിച്ചെന്നാണ് അവർ. സോറി, അവരെയും കൊണ്ട് ദൈവം യോഹന്നാനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കുന്നത്. ജയിലിൽ കിടക്കുകയല്ല, യോഹന്നാന് പ്രൊട്ടക്ഷനാണ്. കാരണം അങ്ങനെ ഇരുന്നാൽ മാത്രമേ അവന് വെളിപാടുണ്ടാകുള്ളൂ. ദൈവിക രഹസ്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. സഹനത്തിൻ്റെ നടുവിലിരിക്കുമ്പോഴാണ് നമ്മൾ ഒത്തിരി ദൈവത്തെ കണ്ടുമുട്ടുന്നത്. പ്രസലോഷ് അവിടെ ക്രിസ്ത്യാനിക്ക് സഹനമുണ്ടാകുന്നത് അവൻ്റെ വളർച്ചയുടെ ഭാഗമാണെന്ന് നീ അറിഞ്ഞിരിക്കണം. പ്രസലോഷ് പ്രാർത്ഥിക്കുന്നവന് സഹനം കൂടുന്നത് അവൻ്റെ വളർച്ചയുടെ സമയം. അവനെ പാത്മോസ് ദ്വീപിലിട്ട് പൂട്ടുന്നത്, തടങ്കലിട്ട് പൂട്ടുന്നത് ശത്രുവിൻ്റെ നോട്ടത്തിൽ ഒരു അപ്പസ്തോലനെ അവൻ്റെ അപ്പസ്തോലൻ അത്ര വലിയ അപ്പസ്തോലനാണെങ്കിൽ ഇത്ര വലിയ അടയാളം പ്രവർത്തിച്ചങ്ങോട്ടും ജയിലിൽ നിന്ന് പുറത്തു വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാചകമൊക്കെ അടിക്കാം നമുക്ക്. എന്താ പിന്നെ പുറത്തു വരാത്തതിൻ്റെ കാര്യം എന്നാ? പുറത്തു വരാത്തതല്ല, കർത്താവ് സുരക്ഷിത സ്ഥലത്ത് കിടത്തിയിരിക്കുന്ന പ്രശ്നം. അവന് സ്വപ്നം കാണാൻ, ദർശനം കാണാൻ ദൈവം ഒരു അവസരം കൊടുക്കുക. യേശുവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അതാ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. ദ ബുക്ക് ഓഫ് റെവലേഷൻ. റെവലേഷൻ വരുന്ന അവിടെയാ, വെളിപാട് വരുന്ന അവിടെയാണ്. സഹനത്തിന് അതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ. അതാണ് ഞാൻ പറഞ്ഞത്, സഹനം ഒരു മിസ്റ്ററിയാ. ദൈവം തിരഞ്ഞെടുത്ത മക്കൾക്ക് സഹനമുണ്ടാകുന്നത് ഒരു ദൈവ പദ്ധതിയാണത്, മിസ്റ്ററിയാണത്. അവർക്കേ മനസ്സിലാവുള്ളൂ, ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. Only they alone can understand the meaning of suffering. Nobody else. The worldly people, they cannot understand the meaning of suffering. Only those who are filled with the Holy Spirit alone can understand what is the meaning behind all sufferings. Praise the Lord. യേശു സ്തുതി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹനത്തിൻ്റെ നടുവിലൂടെ പോകുന്ന മക്കൾ ഒത്തിരി ദൈവത്തിന് നന്ദി പറ മക്കളെ. സഹനത്തിൻ്റെ നിമിഷത്തിലൂടെ പോകുന്നവരെല്ലാം കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണെന്ന് ഓർത്തു. പ്രസ്തലോഷ് ഈ സമയത്താണ് ദൈവം നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ രോഗമാകാം, മോന് രോഗം, മോക്ക് രോഗം, അപ്പന് രോഗം, അമ്മയ്ക്ക് രോഗം, ജീവിത ദുരന്തം, രോഗിയായ കുഞ്ഞ്, രോഗിയായ അപ്പൻ, രോഗിയായ അമ്മ, വീട്ടിൽ പ്രശ്നം, ഡൈവോഴ്സ് പ്രശ്നം, ഭാര്യ ഇട്ടേച്ച് പോയി, ഭർത്താവ് ഇട്ടേച്ച് പോയി, മക്കൾ ഇട്ടേച്ച് പോയി, നാട്ടുകാർ ഇട്ടേച്ച് പോയി. എന്തിനാണ് ഈ നരക ജീവിതം എന്ന് നമ്മൾ ഇതെല്ലാം നിനക്ക് ദൈവം തരുന്നൊരു പാത്മോസിൻ്റെ അനുഭവമാണിത്. പാത്മോസിൻ്റെ അനുഭവം നിനക്ക് കിട്ടാൻ കാരണം നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ടാണ്. ബിക്കോസ് യു ആർ സ്പെഷ്യലി ചോസൺ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, സ്പെഷ്യലി വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നീ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നീ നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവർത്തനം 16:25-26 പൗലോസും സീലാസും തടവറേ കിടന്ന് ദൈവത്തെ സ്തുതിക്കുന്ന കാണാം. ഈ തടവറേ കിടന്ന് സ്തുതിക്കാനുള്ള കാരണം തടവറ അനുഗ്രഹമായിട്ട് മാറാൻ പോവാ, തടവറ ക്രേസായിട്ട് മാറാൻ പോവാ. ആ പീഡനം അവർക്ക് മഹത്വത്തിൻ്റെ അടയാളമാണ്. അത് അവരെ വളർത്താൻ പോവുകയാണ്, അവരെ രക്ഷയുടെ വാതിൽ തുറക്കാൻ പോവുകയാണ്. അത് വെറും ചങ്ങല അടിഞ്ഞു വീണല്ലോ വാതിൽ, ആ വാതിലല്ല തുറക്കുന്നത്, സുവിശേഷത്തിൻ്റെ വാതിലാണ് തുറന്നത്. സുവിശേഷത്തിൻ്റെ മേലുള്ള ചങ്ങലയാണ് പൊട്ടിയത്. അവരാ തടവറ കിടന്നോട് ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടേക്ക് നല്ല വിശുദ്ധരായ അമ്മമാരുണ്ടല്ലേ നമ്മുടെ അടുത്തും വലത്തും ഒത്തിരി നല്ല വിശുദ്ധിയുള്ള അമ്മമാർ. പ്രസലോഷം ഇവരോട് പോയി നിങ്ങൾക്ക് ചോദിക്കണം, അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും വിശുദ്ധി ഉണ്ടായെന്ന്. പ്രസലോഷ് കോളേജിൽ പഠിച്ചിട്ടാണോ ചോദിക്കണം? അല്ല മക്കളെ, പ്രസലോഷ് നിൻ്റെ അപ്പൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടാ, പ്രസലോഷ് നിൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചുകൊണ്ടാ. പ്രസലോഷ് പറഞ്ഞ ഹല്ലേലൂയ. സഹനത്തിനകത്ത് കിടന്ന് വേദനിച്ച് കിടന്നുകൊണ്ടാ, ഒറ്റപ്പെട്ടതുകൊണ്ടാ.
അപ്പനില്ല, അമ്മയില്ല, അമ്മായിപ്പനില്ല, അമ്മായിയമ്മയില്ല, മകനില്ല, ആരും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് കിടന്ന് പാത്മോസിൻ്റെ ഉള്ളിൽ കിടന്ന് കണ്ണുനീരൊഴുക്കിയ നീ ഇപ്പം നിൻ്റെ അമ്മ വിശുദ്ധിയാണെന്ന് പ്രസംഗിക്കുമ്പോൾ, നിൻ്റെ അപ്പൻ വിശുദ്ധനാണെന്ന് പ്രസംഗിക്കുമ്പോൾ അവരായിത്തീർന്നത് വേറെ വഴികളിലൂടെ ഒന്നുമല്ല. പരീക്ഷ എഴുതിയല്ല അവർ വിശുദ്ധരായത്. പ്രൈസ് ദി ലോർഡ്. എക്സാമിൽ തീസിസ് പ്രസൻറ്റ് ചെയ്തല്ല. പ്രൈസ് ദി ലോർഡ്. പച്ചയായ തീസിസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒറിജിനൽ തീസിസ് സഹനമെടുത്ത്, ത്യാഗമെടുത്ത്, കണ്ണുനീരൊഴുക്കി, വേദനിച്ച്, ആരുമില്ലാതെ ഉറങ്ങാത്ത ആയിരക്കണക്കിന് രാത്രി. ചിലരുണ്ട് അമ്മയ്ക്ക് മാനസിക അച്ചോ, അപ്പന് ഉറക്കമില്ലച്ചോ, അമ്മ രാത്രിയിൽ ഭയങ്കര പ്രശ്നമാണ്, അമ്മ എങ്ങനെ ഉറക്കം പോയതെന്ന് ഒന്ന് പഠിക്കും, നല്ലതായിരിക്കും. അമ്മയുടെ ഉറക്കം പോകാൻ അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പെട്ടെന്നുണ്ടായ കുടുംബത്തിലെ ചില മരണം, സാമ്പത്തിക തകർച്ച, ഹസ്ബൻഡിനുണ്ടായൊരു അപകടം, മകനുണ്ടായ രോഗം, തോൽവി, രോഗം, പീഡ, നാട്ടുകാർ ചീത്ത പറഞ്ഞ്, അപവാദം പറഞ്ഞു, വേണ്ടാത്തെല്ലാം പറഞ്ഞ് ചീത്ത തന്നെ എറിഞ്ഞു, ചെളി തന്നെ വാരി എറിഞ്ഞു. അങ്ങനെ ഈ പാവത്തിന് മാനസിക പ്രശ്നം തുടങ്ങിയത്. ഇതിൻ്റെ എല്ലാം പിന്നിലൊരു സഹനത്തിൻ്റെ കഥയുണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചിരിക്കാനുള്ളൊരു കഴിവുണ്ട് നമ്മുടെ അപ്പനമ്മമാർക്ക്. ഇതൊന്നും ആരോട്, മക്കളോട് പോലും പറയാതെ എൻ്റെ മുകളിൽ കൂടെ ഒരു ചിരിയൊക്കെ പാസ്സാക്കി മോനെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അതിന് പിന്നൊരു രഹസ്യമുണ്ട്. അവരൊക്കെ വിശുദ്ധരാകാത്തവരറിയോ? ഈ സഹനത്തെ തള്ളിപ്പറഞ്ഞവരാണ് ഇതുവരെയായിട്ടും വിശുദ്ധരാകാത്തത്. സഹനം വന്നപ്പോൾ ചീത്ത വിളിച്ച്, കള്ളക്കേസ് കൊടുത്ത്, അത് കൊടുത്ത്, ഇത് കൊടുത്ത്, തിരിച്ചടിച്ചടിച്ച് അവൻ തീർന്നുപോയി. ചിലത് സഹനം വന്നപ്പോൾ തിരിച്ചടിക്കാൻ പോയില്ല, അതങ്ങ് സ്വീകരിച്ചു. അവന് സന്തോഷത്തോടെ സ്വീകരിച്ചവരെല്ലാം വിശുദ്ധരായി. തിരസ്കരിച്ചവരെല്ലാം ഇന്നും പഴയപടി തകർന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ കൂടുതൽ സഹിക്കണം. അല്ലാതെ ഒരിക്കലും വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റും. ശ്രവണത്തെ പ്രതി ഹല്ലേലൂയ. 1 പത്രോസ് 4:1-4 വരെ ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കും. ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ഇനി കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് ചരിത്രം പഠിക്കുമ്പോൾ കാണാം, ഈ അമ്മ തെരേസ്യ അവർ സഭയിൽ വലിയൊരു മുന്നേറ്റത്തിൻ്റെ, ഒരു വലിയൊരു വിശുദ്ധി നവീകരണത്തിൻ്റെ ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ ഈ വിശുദ്ധ യോഹന്നാൻ, കുരിശിൻ്റെ യോഹന്നാനൊക്കെ ഇവർ സഭയിലുള്ള അകത്തുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്ന സംഭവമുണ്ട്. കാരണം ഈ മനുഷ്യൻ്റെ അടുത്ത ചില തീരുമാനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ ചെയ്ത് പറയുന്നുണ്ട്, വൈകുന്നേരം അത്താഴ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒരു വലിയ ഹാളിൽ ഭക്ഷണത്തിനായിട്ട് ഒരുങ്ങി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ടുവന്ന് നടുക്കൊണ്ടുവന്ന് മുട്ടുവേ നിർത്തിയിട്ട് വരുന്നവരെല്ലാം തല്ലണം, ഒരു അടിക്കണം, ചീത്ത വിളിക്കണം, പീഡനം കൊണ്ടിങ്ങനെ. പക്ഷെ അതിനോട് മിണ്ടാണ്ട് നിൽക്കുക, സഹിക്കുന്ന കാണാം. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടൊരു മുറിക്കകത്തിട്ട് പൂട്ടിയിടുന്നുണ്ട് ഈ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെ. ആരുമില്ലാതിരിക്കുമ്പോൾ ആ മുറിക്കകത്ത് ഈ ഏതെങ്കിലും സമയത്ത് ചില വെട്ടം വരും. ആ വെട്ടത്തിലൂടെ അതിൻ്റെ ഭിത്തിയിൽ തൂങ്ങിക്കിടന്നൊരു തൂങ്ങപ്പെട്ട രൂപമുണ്ട്. ആ രൂപത്തിലേക്ക് നോക്കി തൻ്റെ സഹനങ്ങളെ മുഴുവൻ ആ കുരിശിനോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ സഹനം ആ സഹനം നമുക്ക് ഒന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് ഒരു നിമിഷം ഈ മനുഷ്യൻ ആത്മാവിൽ ലയിക്കുകയാണ്. ഈ ആത്മാവിൽ അങ്ങോട്ട് ചാരുകയാണ്. അതിൽ നിന്നുണ്ടായതാണ് കാൻറ്റിക്കിൾ ഓഫ് കാൻറ്റിക്കിൾസ് എന്ന് പറയുന്ന വലിയ സംഭവമൊക്കെ. യേശുവെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് സഭ, കാത്തലിക് ചർച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നൊരു സഭയാണ്? കാരണം നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് മാത്രം ഈ സഹനത്തെ. ഒരുപക്ഷെ നന്മ ചെയ്യുന്ന ഒരുപാട് തിന്മ നമ്മൾ തിന്മ ചെയ്യുന്നതിനൊരു കുഴപ്പമില്ലല്ലോ, കള്ളുഷാപ്പ് നടത്തുന്നവനൊരു കുഴപ്പമില്ലല്ലോ, കൂട്ടിക്കൊടുക്കുന്നവന് പ്രശ്നമൊന്നുമില്ലല്ലോ, അധികാര സ്ഥലത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പള്ളി പോകാത്തതിന് ഒരു കുഴപ്പമില്ലല്ലോ, ധ്യാനിക്കാത്തതിന് യാതൊരു കുഴപ്പമില്ലല്ലോ, അവനൊക്കെ സുഖമാണല്ലോ. ഈ പള്ളിയിലും പ്രാർത്ഥനയ്ക്കും സഭയിലോട്ടും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്താണ് എനിക്ക് മാത്രം ഈ സഹനം. കാരണം നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തു. അൽഫോൻസാമയെ തിരഞ്ഞെടുത്തപോലെ തിരഞ്ഞെടുത്തു. ഒരിക്കൽ നീ ക്രിസ്തുവിൻ്റെ മുഖാഭിമുഖം കണ്ടിരിക്കും. കർത്താവ് നിന്നെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചിരിക്കും. വിശ്വസിക്കുന്ന മക്കൾ ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. കൈയടിച്ച് കർത്താവ് പറഞ്ഞ് ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആമേൻ.
ചിലപ്പോഴൊക്കെ നിങ്ങൾ നോക്കും, ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് സഭയുടെ ചില അധികാരികൾ ചില സമയത്ത് എതിർപ്പ് പറയുന്നത് കേൾക്കാറുണ്ടാവും. ആ എതിർപ്പ് പറയുന്നില്ല, അവർ പറയും കറക്റ്റാണ്. അവർ സഹനത്തിൻ്റെ മാഹാത്മ്യം നിങ്ങൾ പറയണം. മഹത്വം, മീനിങ് ഓഫ് സഫറിങ്, അതറിയണം നിങ്ങൾ. അത് മാറരുത്. കാരണം സഭാപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും അവരെ വിശുദ്ധരാക്കിയതും സ്വർഗത്തിൻ്റെ സന്തതികളാക്കിയതും സഫറിങ് ആണ്. കുരിശില്ലാതെ കിരീടമില്ല. കുരിശിൻ്റെ വഴിയിലൂടെ അല്ലാതെ രക്ഷയില്ല. അതിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ആധ്യാത്മികതയെ സഭ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ പറഞ്ഞ ചില സാധനം വരും. ധ്യാനം കൂടി കഴിയുമ്പം കാറ് കിട്ടും. പറഞ്ഞ ഹല്ലേലൂയ. ധ്യാനം കൂടി കഴിയുമ്പോൾ മാരുതി കാർ വിറ്റിട്ട് BMW മേടിക്കും. അല്ലെങ്കിൽ ധ്യാനം കൂടി കഴിയുമ്പോൾ മുഴുത്ത് വീട് കിട്ടും. ധ്യാനം കൂടിക്കഴിയുമ്പോൾ നമുക്ക് മുഴുത്ത് ജോലി കിട്ടും. സംഭവം ഇത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. അത് ശരിക്കുള്ള സുവിശേഷം അല്ലത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒരുവൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലേക്കുള്ള ഈ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്, എൻട്രി പോയിൻ്റാണ്. ദേവാലയത്തിലോട്ട് കയറുന്ന നേരത്ത് ഒരു അനുഗ്രഹം, അവന് വിശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം. വിശ്വാസത്തിൻ്റെ ഒരു ഓപ്പണിങ്ങും അത്. പക്ഷെ അങ്ങോട്ട് കയറിയ പിന്നെ അവൻ എടുക്കുന്നത് സഹനത്തിൻ്റെ തീ മാത്രമാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സഹനത്തോടെ പോകുന്ന മക്കളാണ് കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്ന മക്കൾ. കർത്താവ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന മക്കൾ കർത്താവിൻ്റെ കയ്യിലാണ് ഇവർ. ദൈവം തെരഞ്ഞെടുത്ത മക്കൾ. കുടുംബ പ്രശ്നമാകാം, അപമാനമാകാം, നിന്ദനമാകാം, പരിഹാസമാകാം, ജോലി പ്രശ്നമാകാം, ഒറ്റപ്പെടലാകാം, തിക്താനുഭവങ്ങളാകാം, ചതികളാകാം, വഞ്ചിക്കപ്പെട്ടതാം, ആത്മമിത്രങ്ങൾ കൂടെ നടന്ന് എല്ലാം കൂടെ ചതിച്ചിട്ടുണ്ടാകും. ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബി ഹാപ്പി. അൽഫോൻസാമയും ഇതുപോലെ ഒറ്റപ്പെട്ടതാണെന്ന് നീ ഓർമ്മിക്കണം. പഴയ നിയമത്തിലെ ജോബും ഇതുപോലെ ഒറ്റപ്പെട്ടതാണെന്ന് നീ ഓർക്കണം. പത്രോസും ഒറ്റപ്പെട്ടതാണെന്ന് നീ ഓർക്കണം. പൗലോസും ഒറ്റപ്പെട്ടതാണെന്ന് നീ ഓർക്കണം. എല്ലാറ്റിലുപരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഒറ്റപ്പെട്ടവനായിരുന്നു എന്ന് നീ ഓർത്തിരിക്കണം. വിശുദ്ധരെല്ലാവരും ഒറ്റപ്പെട്ടവരായിരുന്നു. പാദ്രപ്പിയൊക്കെ ഒറ്റപ്പെട്ട വ്യക്തിയായിരുന്നു. ആ വിശുദ്ധനായ വൈദികനെ 1 വർഷത്തോളം കുമ്പസാരം തന്നെ വിലക്കിയെന്ന ചരിത്രം പറഞ്ഞു. കൊച്ചുരസ്യപ്പെടുന്നതിക്ക് എല്ലാം കിട്ടുന്നുണ്ട്, ഒറ്റപ്പെടലുണ്ടാകുന്നുണ്ട്. അമ്മ ത്രസ്യയ്ക്കൊക്കെ ഒറ്റപ്പെടലുണ്ടാകുന്നുണ്ട്. ഇവരെല്ലാം ഒറ്റപ്പെട്ടവരായിരുന്നു, ആരുമില്ലാത്തവർ. അതൊരു ദൈവം തിരഞ്ഞെടുത്തവന് മാത്രമുള്ള ഭാഗ്യമാണോ? അവൻ ദൈവത്തിൻ്റെത് മാത്രമാണെന്ന് തെളിയിക്കും. അവനെ ലോകത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. യേശുവെ സ്തുതിക്കും. അതുകൊണ്ടല്ലേ ഇവിടെ ഹെബ്രായ ലേഖനത്തിൽ സഹനത്തെക്കുറിച്ചുള്ള വചനമുണ്ട്. അത് പഠിച്ചിരിക്കുന്നതല്ല. നിങ്ങൾ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വേദനയും ദുഃഖവും വരുമ്പോൾ നിങ്ങൾ വായിക്കേണ്ട ഒരു ബൈബിൾ ഒരൊറ്റൊരു അധ്യായമുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 11. ഹെബ്രായ 11-ാം അധ്യായം വായിക്കണം. നിങ്ങൾ പോയിരുന്നു വായിക്കണം, ശരിക്കും വായിക്കണം. അത് വായിച്ചാൽ ഏത് സഹന സമയത്തും നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. ഏത് പീഡനം വന്നാലും നിങ്ങൾക്ക് കരകയറി. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ അവസാന ഭാഗത്തുള്ള ചില വചനം അച്ഛൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. ആമേൻ. ഇനി കേട്ടോണം, വായിച്ചോളൂ. കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദെയോൻ, ബാറക്ക്, സാംസൺ, ജെഫ്ത, ദാവീദ്, സാമുവേൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗൃഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ 2ആയി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അടുത്ത കേട്ടോണം, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വിശുദ്ധ
വിശുദ്ധരെ സ്വന്തമാക്കണമെങ്കിൽ നിനക്ക് യോഗ്യത വേണം. വിശുദ്ധരെ തിരിച്ചറിയണമെങ്കിൽ നിനക്ക് യോഗ്യത വേണം. ഇവിടെ പറയുന്നുണ്ട് അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത. ലോകാരൂപയുള്ളവർക്ക് വിശുദ്ധരെയും ഒന്നും സ്വന്തമാക്കാനാവില്ല. They cannot. ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് ദേവാലയങ്ങളും വലിയ ദേവാലയങ്ങളുണ്ട്. പക്ഷേ ആളുകളുടെ ചില പള്ളികളിൽ വളരെ കുറവായിരിക്കും. ചില വലിയ പള്ളിയുണ്ട്, പക്ഷേ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു 200 പേര് അല്ലെങ്കിൽ 250 പേര്, 300 പേര്, 500 പേര് അത്രേ കാണുള്ളേക്ക്. അപ്പോൾ നമ്മൾ ചില അയ്യോ സഭയൊന്നും തീർന്നൊന്നുമില്ല, ഈ 300 പേരുടെ അടുത്ത് നിങ്ങളൊന്നും ചെല്ലണം, അല്ല 200 പേരുടെ അടുത്ത്. എന്നെ ഫെയ്ത്താന്നറിയോ? ഹൗ ഡീപ് their faith. They're very strong. They have a lot of sufferings. പക്ഷെ they have a beautiful attachment with Jesus of Nazareth. ലൈഫെന്ന് ഒരു ഈശോയങ്ങത്തിന് അതിനകത്ത് കള്ളത്തരയില്ല. അവിടെ ഇപ്പം ഞാൻ പറയുന്നത് ധ്യാനിപ്പിക്കാൻ പോകുമ്പം നമുക്ക് ഇവിടെ കേരള അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ മലയാളികളുടെ അന്തരീക്ഷത്തിൽ എടുക്കുന്ന ഒരു ക്ലാസ്സും അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരതിലെല്ലാം കഴിഞ്ഞവരാ. ഒരു ശുദ്ധീകരണം കഴിഞ്ഞവരാണത്. യൂറോപ്പിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ 2ാം ലോകമഹായുദ്ധം കഴിയുമ്പം തന്നെ ഒരുപാട് ദുരന്തങ്ങൾ നടന്ന് അതിൻ്റെ മുഴുവൻ പെയിൻ അനുഭവിച്ചൊരു ദേശം. ഒരുപാട് കഷ്ടപ്പാട് ക്ലേശങ്ങൾ കഴിഞ്ഞിട്ട് കയറുന്നു. അതിൽ നിന്ന് സഭയിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടായി, ഒരുപാട് തിന്മയും ഇതിനകത്തെല്ലാം കിടന്ന് ചക്രശ്വാസം വലിച്ചിട്ട് പിടിച്ചു നിന്ന ജീവിതങ്ങളാണ് ഇപ്പോൾ അവിടെ ചിലപ്പോൾ കാണാൻ പോകുന്നത്. ശരിക്കും ദൈവം അവരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം ഇത് ദേവാലയത്തിലുണ്ട്. തിരഞ്ഞെടുപ്പില്ലാത്തവനെല്ലാം പുറത്തുപോയി. ചിലപ്പോഴൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ചില സഫറിങ്ങൊക്കെ ദൈവം അനുവദിക്കുന്നത് ഞാൻ കാണുന്നത് നെല്ലും പതിരും തമ്മിൽ ദൈവം വേർതിരിക്കാൻ വേണ്ടിയാ. ഇവിടെ ആളെണ്ണമല്ല വേണ്ടത്, ഒറിജിനലാണ് വേണ്ടത്. യഥാർത്ഥ ക്രിസ്ത്യാനിയെ വേണ്ടത്, ഒരുപാട് എണ്ണം കൂട്ടുകയല്ല വേണ്ടത്. ഒറിജിനലായിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞടുത്തനുഭവിക്കുന്ന വൈദികര്, സന്യസ്തര്, ദൈവജനം. അതിനുവേണ്ടിയാണ് ദൈവം സഫറിങ് കൊണ്ട് ഇതിനകത്ത് നിൽക്കണമെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധിയിൽ വളർത്തുന്നവരെല്ലാം ദൈവം കൊണ്ടുപോയിടുന്നത് തീക്കുണ്ടത്തില്ല. 3 ബാലന്മാരെ കൊണ്ടുപോയിട്ടത് തീക്കുണ്ടത്തില്ല. ദാനിയേലിനെ കൊണ്ടുപോയിട്ടത് സിംഹക്കുഴിയിൽ. മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത് കത്തുന്ന മുൾപ്പഴപ്പ. അതായത് ദൈവവിളി തുടങ്ങുന്നത് കത്തുന്ന മുൾപ്പഴപ്പിന്റെ മുന്നിൽ വെച്ച തീയാണ്, തീക്കളിയാണിത്. പക്ഷേ അത് മഹത്വത്തിലേക്ക് കൊണ്ടുപോയി അവനെ ഏറ്റവും മുന്നിൽ കൊണ്ട് നിർത്തി. ഏറ്റവും ഈ ഭൂമിയിൽ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഏറ്റവും കൂടെ സഹിക്കുന്നവൻ, മരണാനന്തരവൻ ഈശോയുടെ ഏറ്റവും അടുത്തുണ്ടായിരിക്കും. പത്രോസിനെ തലകീഴായിട്ട് കുരിശിൽ തറച്ചു കൊന്നേ, തലകീഴായിട്ട്. ചരിത്രം പറയുന്നൊരു കഥ പോലെ പറയുന്നുണ്ട്. പത്രോസിനെ കൊല്ലാൻ നേരത്ത് ശത്രുക്കൾ പറയും, നിന്റെ നാഥനും ഗുരുവുമായ ഈശോ മിശിഹായെ കുരിശിൽ തറച്ച് കൊന്ന പോലെയാണ് ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോകുന്നത്. നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, കുരിശ തറച്ചു, പക്ഷെ തല കീഴാട്ടിട്ട ചാതി, തല കീഴായിട്ട്. നോ പറയുന്നില്ല, നിന്നെ കൊല്ലും, അവൻ്റെ വിശ്വാസം വീഴ്ചയേ ഇല്ല. സഫറിങ്. കാരണം അവർക്കറിയാമായിരുന്നു സഹനമെന്നത് ഈ ഭൂമിയിൽ കിട്ടുന്നൊരു ശുദ്ധീകരണ അഗ്നിയാണ്. ആ ശുദ്ധീകരണ അഗ്നിയിലൂടെ കയറിപ്പോയാൽ മരിക്കുന്ന അന്ന് തന്നെ കർത്താവിന് തിരുമുഖമാണ്. ഞാൻ പറയും, ഈ ഭൂമിയിൽ സഹനം എടുക്കുന്നവർക്കുള്ള സന്തോഷം ഏറ്റവും കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധി നിലനിർത്താൻ വേണ്ടി ദൈവത്തെ സ്വന്തം സഹിക്കുന്നവൻ മരിക്കുന്ന അന്ന് തന്നെ അവൻ കർത്താവിൻ്റെ തിരുമുഖം കണ്ടിരിക്കും. പ്രസലോഷ് മരിക്കുന്ന അന്ന് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. മരിക്കുന്ന അന്ന്. അല്ലാതെ നിങ്ങൾക്ക് വലിയ ആർഭാടമുള്ള കല്യാണങ്ങളൊക്കെ നടക്കുകയെ, അല്ലെങ്കിൽ ശവടക്കുകളൊക്കെ നടക്കുമ്പോൾ ഇന്ന് നമ്മൾ പ്രസംഗത്തിൽ ഞങ്ങൾ പറയും, ഇന്ന് തന്നെ ആൾ സ്വർഗ്ഗത്തിൽ പോയിട്ടുണ്ട്. പ്രിസലോഷ്. പക്ഷെ അവസാനം ഞങ്ങൾ പറഞ്ഞൊരു സെൻറ്റൻസ് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. പ്രിസലോഷ്. എന്നിരുന്നാലും പ്രിസലോഷ്, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള കാലം നമുക്ക് പരിഹാരവും പ്രാശ്ചിത്വം ചെയ്യും, അത് മാത്രം ഞങ്ങളുടെ പ്രസംഗത്തിൽ എടുത്താൽ മതി. പ്രിസലോഷ്. കാരണം കൃത്യം അതായിരിക്കും. ബാക്കിയെല്ലാം നിങ്ങളെ ഒക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. പ്രിസലൊക്കെ ഒന്ന് കൈയെടുത്ത് കർത്താവുന്ന നിവൃത്തി യേശുവേശത്തിൽ
അല്ലേ? അച്ഛന്മാർ പ്രസംഗിക്കും, ആദ്യം പറയും ഇത് ആളിങ്ങനെയായിരുന്നു, അവിടെ ഇങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു, നാടിനും സ്വഭാവം എല്ലാം പറഞ്ഞിട്ട് പറയും. എന്നിരുന്നാലും ക്രിസ്തുലോഷ് അവിടം തൊട്ടുള്ളത് അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ക്രിസ്തുലോഷ് ലാസ്റ്റ് പറയുന്ന 2 സെൻറ്റൻസ് ക്രിസ്തുലോഷ് എഴുതി കിടത്താം. നന്ദി പറഞ്ഞ യേശുവേ സ്തുതിക്കും. കാരണം ചില ഈ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടാതെ തിരുമുഖം കാണാൻ പറ്റിയല്ല. വിശുദ്ധരെ പോലെ ആയിത്തീരണം. അൽഫോൻസാമയെ പോലെ, ശാവറപിതാവിനെ പോലെ, പാദ്രപ്പിയെ പോലെ, പൗലോസിനെ പോലെ വിശുദ്ധീകരിക്കപ്പെടണം. അത് ഈ ഭൂമി വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, അത്ര ആയിട്ടില്ല. അതുകൊണ്ട് ഇതിന് ശേഷം എടുത്താൽ എങ്ങനെ കാണാൻ പറ്റും പൂർണ്ണതയിൽ ഇൻ ഫുൾനെസ്. This is the Catholic faith.